Good afternoon all. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൊഡ്യൂൾ 4-ലെ ഒരു പകുതി പോർഷൻ എന്ന് പറയാം അത് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തൊക്കെയായിരുന്നു അതിൽ ഡിസ്കസ് ചെയ്തത്? EDM എന്താണെന്ന് പറഞ്ഞു അല്ലേ, ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെന്റ് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രോണിക് തിയോഡലൈറ്റ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ EDM-ന്റെയും ഇലക്ട്രോണിക് തിയോഡലൈറ്റിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് അല്ലേ. അപ്പോൾ ടോട്ടൽ സ്റ്റേഷന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഏരിയ മെഷർമെന്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ പാർട്സ് എന്തൊക്കെയാണ്, അതിന്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ദെൻ നമ്മൾ GIS എന്താണെന്ന് പറഞ്ഞു അല്ലേ, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദെൻ അതിന്റെ അഡ്വാൻറ്റേജ്, അതിന്റെ അപ്ലിക്കേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദെൻ GPS എന്താന്ന് പറഞ്ഞു അല്ലേ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അപ്പോൾ അതിന്റെയും ഇതുപോലെ തന്നെ കുറച്ച് അപ്ലിക്കേഷൻസും എന്താന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ നമ്മൾ റിമോട്ട് സെൻസിങ്ങിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെയൊക്കെ അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. GIS, GPS, റിമോട്ട് സെൻസിങ്, ഈ മൂന്നിന്റെയും അപ്ലിക്കേഷൻസ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് എന്താണെന്നാണ് ഇതുവരെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ GPS-ന്റെ കുറച്ച് നമ്മൾ കമ്പോണൻസ് അല്ലെങ്കിൽ എലമെന്റ്സ് എന്ന് പറഞ്ഞ് പഠിച്ചല്ലോ. അതിനകത്ത് GPS റിസീവറിന്റെ കമ്പോണൻസ് എന്തൊക്കെയാന്നുള്ളതും മനസ്സിലാക്കി വെക്കാം. അതൊക്കെയാണ് നമുക്ക് എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആക്ച്വലി പഠിക്കാനുണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് ഇതുവരെ ആവശ്യം വന്നിട്ടില്ല. നിങ്ങൾക്ക് ഇത്രേ ആവശ്യമുള്ളൂ. അതായത് എന്താണ് GPS, അതിന്റെ അപ്ലിക്കേഷൻ എന്താണ്, എന്താണ് GIS, അതിന്റെ അപ്ലിക്കേഷൻ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് എന്താണ്, റിമോട്ട് സെൻസിങ് എന്താണ്, അതിന്റെ അപ്ലിക്കേഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ നമ്മൾ എപ്പോഴും എന്താ വേണ്ടത് എന്നുള്ളത് നോക്കി പഠിക്കുകയായിരിക്കും കുറച്ചൊരു സൗകര്യം. കാരണം ഫോർത്ത് മൊഡ്യൂൾ ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. അപ്പോൾ അത് മുഴുവൻ നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ തന്നിട്ടുള്ള നോട്ട്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. കാരണം അതിൽ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ഫോർത്ത് മൊഡ്യൂൾ അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് കർവ്സ് എന്നൊരു പോർഷനാണ്. ഓക്കെ, അപ്പോൾ കർവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ കർവ്സ്. നമ്മുടെ സാധാരണ നമ്മൾ ഒരു റോഡിലൂടെ ഒരു വെഹിക്കിളിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കർവ്സിനെ ഓവർടേൺ ചെയ്തിട്ട് വേണം പോവാൻ അല്ലെ, ഒരുപാട് കർവ്സിനെ നെഗോഷിയേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പോവാൻ അല്ലേ. കാരണം രണ്ട് സ്ട്രൈറ്റ് റോഡുകൾ തമ്മിൽ പെർപെൻഡിക്കുലർ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ട്രൈറ്റ് റോഡ്സിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ നമുക്ക് എന്തായാലും ഒരു കർവ് ആവശ്യമാണ്. അപ്പൊ നിങ്ങൾ റോഡിന്റെ കേസ് മാത്രം എടുക്കുക. റോഡ്, റെയിൽവേ, അങ്ങനെ പോലെയുള്ള നമ്മുടെ ട്രാൻസ്പോർട്ടിങ് കാര്യങ്ങൾ മാത്രം ഒന്ന് കൺസിഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കർവ്സ് കണ്ടിട്ടുള്ളത്. ഓക്കെ, അതായത് നമ്മുടെ റോഡ്സിൽ, റെയിൽവേസിൽ, ബ്രിഡ്ജസിൽ, അങ്ങനെയുള്ള നമ്മുടെ ട്രാൻസ്പോർട്ടിങ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഇപ്പോൾ രണ്ട് സ്ട്രൈറ്റ് റോഡുകൾ, ഇതിപ്പോൾ ഞാനൊരു സ്ട്രൈറ്റ് റോഡായിട്ട് കാണിക്കാം കേട്ടോ. ഇവിടെ ഒരു സ്ട്രൈറ്റ് റോഡ് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഇതുപോലെ ഒരു സ്ട്രൈറ്റ് റോഡ്. അപ്പോൾ ഈ രണ്ട് സ്ട്രൈറ്റ് റോഡ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു സർക്കുലർ പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കർവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് രണ്ട് കർവ്സ് തമ്മിൽ ഇങ്ങനെ ഇവിടെ ഒരു സ്ട്രൈറ്റ് റോഡ് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഒരു സ്ട്രൈറ്റ് റോഡ് ഉണ്ട്. ഓക്കെ, ഇത് രണ്ടിലും നമുക്ക് കണക്ട് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള രണ്ട് പോർഷൻസ് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു പെർപെൻഡിക്കുലർ ഇങ്ങനെ സെറ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് വെഹിക്കിൾസിന് സ്മൂത്ത് ആയിട്ട് ഈ ഒരു കർവിൽ നിന്നും ഈ ഒരു കർവിലേക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. കാരണം എന്താണ്, ഇങ്ങനെയുള്ള ഒരു സ്ട്രെയിറ്റ് കർവ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആക്സിഡന്റിനുള്ള ചാൻസസ് കൂടുതലാണ്. നമുക്ക് അതുപോലെ അവിടെ ഏറ്റവും കൂടുതൽ കൺജഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു റോഡാണെങ്കിൽ നമുക്ക് അത് കൂടെ ഒരു വെഹിക്കിള് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നെഗോഷിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട്. അപ്പൊ അതിന് നമുക്ക് ഒരു പരിഹാരം എന്നുള്ള രീതിക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, അവിടെ കർവ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ രണ്ട് സ്ട്രൈറ്റ് റോഡ്സിനെ തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു കർവ് ഇവിടെ പ്രൊവൈഡ് ചെയ്താൽ മതി. ഇങ്ങനെ ഒരു കർവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെഹിക്കിൾസിന് ഈ രണ്ട് സ്ട്രൈറ്റ് റോഡ്, അതായത് ഈ ഒരു സ്ട്രൈറ്റ് റോഡിൽ നിന്നും ഈ ഒരു സ്ട്രൈറ്റ് റോഡിലേക്ക് നമുക്ക് ഈസി ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരുപാട് ടൈപ്പ് കർവ്സുകൾ ഉണ്ട്. അതിന്റെ മുന്നേ നമുക്ക് എന്തൊക്കെയാണ് കർവ്സിന്റെ പ്രത്യേകതകൾ നോക്കാം. It is not practicable to have a straight road on a straight railway without changing the direction. അല്ലെ, നമുക്ക്
ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കർവ്സ് ഇല്ലാണ്ട് പറ്റില്ല. രണ്ട് സ്ട്രൈറ്റ് റോഡ്സ് തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു കർവ് ഇൻട്രൊഡ്യൂസ് ചെയ്തേ പറ്റുള്ളൂ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർക്കുലർ കർവ് ആയിരിക്കും നമ്മൾ സ്വാഭാവികമായിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. The alignment requires some changes in direction due to nature of terrain, cultural features, or due to obligatory points through which the road or railway should not pass. അതായത് നമുക്ക് ഇപ്പോൾ ഈ ഒരു കർവ്സിന്റെ ഒരു പ്രാധാന്യം എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതായത് ഇപ്പൊ നമുക്ക് രണ്ട് സ്ട്രൈറ്റ് റോഡുകൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഉള്ള റോഡ് നമുക്ക് ഇങ്ങോട്ട് നെഗോഷിയേറ്റ് ചെയ്യേണ്ട, അതായത് നമ്മൾ വേറൊരു പാത്തിലേക്ക് നെഗോഷിയേറ്റ് ചെയ്യുന്നത് എപ്പോഴൊക്കെ ആയിരിക്കും? ഇപ്പൊ ഇവിടെ നമുക്കൊരു റിവറോ അങ്ങനെ വല്ല സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പാരലൽ ആയിട്ടുള്ള ഒരു പാത്ത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു അവിടുത്തെ നാച്ചുറൽ ടെറൈൻ കാരണം ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു കർവ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. എന്തിനാ ഇവിടെ ഒരു കർവ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ഇവിടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇതുണ്ട് അല്ലെ, ഇവിടെ ഒരു വെജിറ്റേറ്റീവ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു കർവ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് മോണമെന്റ്സ്, നമ്മുടെ കൾച്ചറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഫീച്ചേഴ്സ്, അതായത് അമ്പലം, പള്ളി അങ്ങനെയുള്ള പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലൂടെയൊന്നും ഒരു സ്ട്രൈറ്റ് ആയിട്ട് ഒരു റോഡ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ അതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അവിടെ ഒരു കർവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ പോർഷൻസ്, പല പോർഷൻസിൽ നമുക്ക് സ്ട്രൈറ്റ് റോഡ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? കർവ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കർവ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ എല്ലാ നമുക്കിപ്പോൾ ഒരു ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ എല്ലാ പോർഷൻസിലും നമുക്ക് കർവ്സ് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ സമയത്തും ഈ ഒരു കർവ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അത് ഡിസൈൻ ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതെങ്ങനെ ഡിസൈൻ ചെയ്യും, അതിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ്, അതിന്റെ ആ എലമെന്റ്സ് ഓരോന്നും നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ കർവിന്റെയും റേഡിയസ് ഡിഫറെന്റ് ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ രണ്ട് സ്ട്രൈറ്റ് റോഡ്സിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് തോന്നിയ പോലുള്ള റേഡിയസിലുള്ള ഒരു കർവ് അല്ല നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് എന്തൊക്കെ ടൈപ്പ് ഓഫ് കർവുകൾ നമുക്ക് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കർവിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ എവിടെയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്, അതിന്റെ കർവിന്റെ റേഡിയസ് നമ്മൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്, അതെങ്ങനെയൊക്കെയാണ് ഡിസൈൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ കൂടുതലായിട്ട് ഈ ഒരു കർവ്സിന്റെ പോർഷൻ എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ട്രാൻസ്പോർട്ടേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയേഴ്സിനാണ് നമുക്ക് കർവ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അവിടുത്തെ ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് റോഡ് കൂടെ പോകുമ്പോൾ ഒരു വെഹിക്കിളിന്റെ സ്പീഡ് ആവില്ല കർവിലൂടെ ആ വെഹിക്കിൾ പോകുമ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കണം. അതായത് സ്ട്രെയിറ്റ് റോഡിൽ പോകുന്ന സ്പീഡിൽ നമുക്ക് കർവ് കൂടെ ഒരിക്കലും പോകാൻ പറ്റില്ല. കാരണം ദ വെഹിക്കിൾ ഹാവ് എ ടെൻഡൻസി ടു ഓവർടേൺ ദാറ്റ് പോർഷൻ അല്ലെ. നമ്മൾ വെഹിക്കിളിൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ബോധ്യം ഉണ്ടായിരിക്കും. കാരണം ഒരു സ്ട്രൈറ്റ് റോഡിൽ നിന്നും ഒരു കർവിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും സ്പീഡ് കുറച്ച് കുറയ്ക്കാറുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് അത് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു പോകും. അവിടെ നമുക്ക് ആ കർവിന്റെ അവിടെ ആയിട്ട് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈ വെഹിക്കിളിനെ അട്രാക്ട് ചെയ്യും. അത് കാരണം നമുക്ക് വെഹിക്കിളിന് എന്തുണ്ടാവും, പുറത്തേക്ക് ഓവർടേൺ ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പീഡ് കുറച്ചിട്ട് കർവിലൂടെ പോരുന്നത്. ഓക്കെ, അപ്പൊ കർവ് നമ്മൾ എപ്പോൾ നമ്മൾ കർവിലൂടെ ഒരു വെഹിക്കിൾ കൊണ്ടുപോകാന്ന് വെച്ചാലും അത് സ്ട്രെയിറ്റ് റോഡിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്പീഡ് ആവില്ല നമ്മൾ കർവ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഒരു കർവ്സിന് കുറച്ച് വീതി കൂട്ടിയിട്ടാണ് കൊടുക്കാറ്. ഓക്കെ, കുറച്ച് വീതിയൊക്കെ കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ഞാൻ ജസ്റ്റ് കർവ് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ രണ്ട് സ്ട്രൈറ്റ് റോഡ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഈസി മൂവ്മെന്റ്, രണ്ട് സ്ട്രൈറ്റ് റോഡ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രൈറ്റ് റോഡിൽ നിന്ന് മറ്റൊരു സ്ട്രൈറ്റ് റോഡിലേക്കുള്ള ഒരു ഈസി മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, കർവ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്.
ദ അലൈൻമെന്റ് റിക്വയർസ് നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ നമ്മൾ ആ ഒരു പോർഷനിൽ ഇപ്പൊ ഇവിടെ ശരിക്ക് ഇങ്ങനെ ഒരു കണക്ടിങ് റോഡ് കൊടുത്താൽ മതി അല്ലേ. ഇവിടെ നോക്കി നോക്കി ഈ ഒരു ഫിഗറിനകത്ത് ഇവിടെ ഒരു കണക്ടിങ് റോഡ് കൊടുത്താൽ മതി. ഇപ്പൊ ഇവിടെ എന്തെങ്കിലും ഒരു ഫീച്ചർ ഇവിടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഫീച്ചർ അവിടെ ഉണ്ടാവുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു കർവ് പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ അമ്പലം പള്ളി പോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും അത് പൊളിച്ചു മാറ്റിയിട്ട് അത് കൂടെ ഒരു റോഡ് കൊണ്ടുപോകാന്നുള്ളത് ബുദ്ധിമുട്ടാണ് അല്ലെ, നമുക്കത് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കൾച്ചറൽ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ മോണുമെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ആ ഒരു ഭാഗത്തെ നെഗോഷിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കർവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. Such changes cannot be sharp corners but have to be gradual, so curves introduced between the straight roads. ഞാൻ പറഞ്ഞു രണ്ട് സ്ട്രൈറ്റ് റോഡ്സ് തമ്മിൽ ഇങ്ങനെ ഒരു കോർണർ ഒരിക്കലും നമ്മൾ കൊടുക്കില്ല. ഇങ്ങനെ ഒരു കോർണർ ഷേപ്പ്, ഒരു പെർപെൻഡിക്കുലർ പോലുള്ള ഇങ്ങനെ ഒരു കോർണർ ഷേപ്പ് നമ്മൾ ഒരിക്കലും പ്രൊവൈഡ് ചെയ്യില്ല. ഒരു സ്മൂത്ത് ആയിട്ടുള്ള മൂവ്മെന്റിന്, വെഹിക്കിളിന് ഒരു സ്മൂത്ത് ആയിട്ടുള്ള മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഈ പോർഷനിൽ നമ്മളൊരു കർവാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ക്ലാസിഫിക്കേഷൻ ഓഫ് കർവ്സ്. ഓക്കെ, നമുക്ക് ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മെയിൻ ആയിട്ട് 4 തരത്തിലാണ് നമ്മൾ കർവ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സിമ്പിൾ കർവ്, കോമ്പൗണ്ട് കർവ്, റിവേഴ്സ് കർവ് ആൻഡ് ട്രാൻസിഷൻ കർവ്. ഫസ്റ്റ് വൺ സിമ്പിൾ കർവ്. സിമ്പിൾ കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. കർവ്സ് ഹാവിംഗ് സിംഗിൾ ആർക്ക് ഓഫ് സിംഗിൾ കണക്ടിങ് ഓഫ് 2 സ്ട്രൈറ്റ്സ്. അതായത് ഇവിടെ നമുക്ക് 2 സ്ട്രൈറ്റ് റോഡുകൾ ഉണ്ട്. ഓക്കെ, ഇവിടെ 2 സ്ട്രൈറ്റ് റോഡ് ഉണ്ട്. ഒരെണ്ണം ഇവിടെ ഇങ്ങനെ ഉണ്ട്, ഇവിടെ മറ്റൊരു സ്ട്രൈറ്റ് റോഡും ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ 2 സ്ട്രൈറ്റ് റോഡ്സിനെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു സിംഗിൾ സർക്കുലർ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യാണ്. ഈ 2 സ്ട്രൈറ്റ് റോഡ്സിനെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ജസ്റ്റ് ഒരു ആർക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ ആർക്കാണ്, ഇതിനൊരൊറ്റ റേഡിയസേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർക്കിളിന്റെ ഒരു പോർഷനാണ്, ഒരു സർക്കിളിന്റെ ഒരു പോർഷനാണ്. അപ്പൊ ഇതിനെന്താണ്, ഒരു സിംഗിൾ റേഡിയസ് ആയിരിക്കും ഉണ്ടാവുക. ഈ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഈ 2 ആറും ഞാൻ ഇപ്പൊ കൊടുത്തിട്ടുള്ള ഫിഗറിൽ ഇച്ചിരി വ്യത്യാസമുണ്ട്, പക്ഷെ നിങ്ങൾ നോക്കണ്ട. ഈ 2 ആറും എന്താണ്, ഈക്വൽ ആണ്. ഓക്കെ, curves having single arc of a circle connecting two straights. 2 സ്ട്രൈറ്റിനെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു സർക്കിളിന്റെ പോർഷൻ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ആർക്ക് എന്ന് പറയുന്നത്. ഒരു സർക്കിളിന്റെ പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ ആർക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. 2 സ്ട്രൈറ്റ് റോഡ്സിന്റെ ഇടയ്ക്ക് നമ്മൾ റോഡ്സ് എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ 2 സ്ട്രൈറ്റ് ലൈൻ ആലോചിച്ചാൽ മതി. 2 സ്ട്രൈറ്റ് ലൈനിന്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു സിംഗിൾ ആർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ഈ ആർക്കിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്, സെയിം ആണ്. അതായത് ഒരൊറ്റ സർക്കിളിന്റെ പോർഷൻ ആണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് സിമ്പിൾ കർവ് എന്ന് പറയുന്നത്. അടുത്തതാണ് കോമ്പൗണ്ട് കർവ്. കോമ്പൗണ്ട് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ കർവ് ഹാവിംഗ് 2 or more arcs of different circle with different radii having different centers lying on the same side. നമുക്ക് ഇവിടെ ഒരു ആർക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ട് അല്ലെ, ഇതാണ് നമ്മുടെ ആർക്ക്. 2 സ്ട്രൈറ്റ് ലൈനിന്റെ ഇടയ്ക്ക് നമ്മൾ കൊടുത്തിട്ട്, ഇവിടെ 2 സ്ട്രൈറ്റ് ലൈൻസ് ഉണ്ട്. അപ്പൊ 2 സ്ട്രൈറ്റ് ലൈനിന്റെ ഇടയ്ക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ആർക്കാണ് ഇവിടെ കാണുന്ന ഈ ഒരു, ഇവിടെ ഞാൻ T1 T2 എന്ന് പറഞ്ഞ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ട്, അപ്പൊ T1 T2 എന്ന് പറയുന്ന ഈ ആർക്ക്. ഓക്കെ, ഈ ആർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ട് അല്ലെ. ഇവിടെ ഈ T1 തൊട്ട് ഇവിടെ നമുക്കൊരു പോയിന്റ് പറയാം C. T1 തൊട്ട് C വരെ ഒരു പെർട്ടിക്കുലർ സർക്കിളിന്റെ പോർഷൻ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ റേഡിയസ് R1 എന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ അതിന്റെ റേഡിയസ് R1 ആണ്. പിന്നെ അതുപോലെ C തൊട്ട് T2 വരെ മറ്റൊരു സർക്കിളിന്റെ ആർക്കാണ്. അപ്പൊ അതിന്റെ റേഡിയസ് എന്തായിരിക്കും, വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ R2 എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ സൈഡിലാണ് ഈ 2 റേഡിയസിന്റെ സെന്റേഴ്സും വരുന്നത്. കണ്ടോ, ഈ 2 സർക്കിളിന്റെയും സെന്റേഴ്സ് വരുന്നത് സെയിം സൈഡിലാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, കോമ്പൗണ്ട് കർവ്. കോമ്പൗണ്ട് മീൻസ് കമ്പൈനിങ് മോർ ദാൻ 2 സർക്കിൾ. ഓക്കെ, 2 സർക്കിളിന്റെ ആർക്കിനെ നമ്മൾ കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇൻ ബിറ്റ്വീൻ 2 സ്ട്രൈറ്റ്സ്, 2 സ്ട്രൈറ്റ് ലൈനിന്റെ ഇടയ്ക്ക് നമ്മൾ 2 സർക്കിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 സർക്കിളിന്റെയും റേഡിയസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. പക്ഷെ ആ 2 സർക്കിളിന്റെയും സെന്റർ എന്ന് പറയുന്നത് ഒരേ
ഡയറക്ഷനിലാണ്, അതായത് ഈ ഒരു ഡയറക്ഷനിലാണ് അതിന്റെ രണ്ടിന്റെയും സെന്റർ ലൈ ചെയ്യുന്നത്. ഇനി അടുത്തത് നോക്കാം, റിവേഴ്സ് കർവ്. ഈ റിവേഴ്സ് കർവിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, രണ്ട് സർക്കിളിന്റെയും സെന്റർ എന്ന് പറയുന്നത് ഒരേ സൈഡിലാണ് അല്ലെ. പക്ഷെ ഇവിടെ രണ്ട് സർക്കിളാണ്, രണ്ട് റേഡിയസ് ആണ്, സെന്റർ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇവിടെ ഞാൻ ഒരു ആർക്ക് ഇതങ്ങനെ കാണിച്ചിട്ടുണ്ട്, ഇങ്ങനെ. അപ്പൊ ഇങ്ങനെയുള്ള കർവുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ, ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന കർവുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ ഒരു സ്ട്രൈറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഒരു സ്ട്രൈറ്റ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോകുന്ന രണ്ട് കർവുകളാണ്. അപ്പോൾ നമുക്ക് ഈ T1C എന്ന് പറയുന്നത് ഒരു കർവായിട്ട് കൺസിഡർ ചെയ്യാം. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ T1C എന്ന് പറയുന്നത് ഒരു കർവാണ്. അതുപോലെ തന്നെ CT2 എന്ന് പറയുന്നത് മറ്റൊരു കർവാണ്. ഈ രണ്ട് കർവുകളുടെയും പ്രത്യേകത എന്താണ്? ഇത് രണ്ടും രണ്ട് ഡിഫറെന്റ് സർക്കിളിൽ നിന്ന് എടുത്തിട്ടുള്ള ആർക്കിന്റെ പോർഷനാണ്. ഓക്കെ, സർക്കിളിന്റെ ഒരു പോർഷനാണ്. ഇവരുടെ രണ്ടുപേരുടെയും റേഡിയസ് ഡിഫറെന്റ് ആയിരിക്കാം, സെയിം ആയിരിക്കാം. അതായത് സർക്കിൾ എന്ന് പറയുന്നത് ഹാവിങ് ഡിഫറെന്റ് റേഡിയൈ ഓർ സെയിം റേഡിയൈ, അത് നമുക്ക് വിഷയമില്ല. റേഡിയസ് ഒന്നായാലും കുഴപ്പമില്ല, ഡിഫറെന്റ് ആയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ R1 R2 എന്ന് പറഞ്ഞിട്ട് രണ്ട് ഡിഫറെന്റ് റേഡിയസ് ആണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇവരുടെ സെന്റേഴ്സിന്റെ പ്രത്യേകത എന്താണ്? സെന്റേഴ്സ് രണ്ടും രണ്ട് ഡയറക്ഷനിലാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സെന്റേഴ്സ് ലൈ ചെയ്യുന്നത്. കോമ്പൗണ്ട് കർവിന്റെ പ്രത്യേകത എന്തായിരുന്നു? രണ്ടും സെയിം റേഡിയസ്, സെയിം ഡയറക്ഷൻ ആയിരുന്നു, ബട്ട് ഡിഫറെന്റ് റേഡിയൈ. ഓക്കെ, രണ്ട് റേഡിയസുകളാണ്, പക്ഷെ സെയിം ഡയറക്ഷൻ ആണ്. ഇവിടെ റേഡിയസ് സെയിം ആയാലും കുഴപ്പമില്ല, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അവരുടെ സെന്റേഴ്സ് ലൈ ചെയ്യുന്നത്. അങ്ങനെയുള്ള കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിവേഴ്സ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കോമ്പൗണ്ട് കർവും റിവേഴ്സ് കർവും തമ്മിൽ ഒരിക്കലും മാറരുത്. രണ്ടും ഒരൊറ്റ പോയിന്റിൽ മാത്രമേ ഡിഫറെന്റ് ആയിട്ട് വരുന്നുള്ളൂ. അതെന്താണ്? ഒന്നിന്റെ കോമ്പൗണ്ട് കർവില് സെന്റേഴ്സ് ലൈ ചെയ്യുന്നത് സെയിം ഡയറക്ഷനിലാണ്, റിവേഴ്സ് കർവില് സെന്റേഴ്സ് ലൈ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ, അങ്ങനെയാണ് രണ്ട് കർവുകളുടെയും ഒരു ഡിഫറൻഷ്യാലിറ്റി വരുന്നത്. അടുത്തതാണ് ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത്. Transition curve are those radius varies gradually from infinity to finite, introduced between the straight and curved path. അതായത് ഇവിടെ ഒരു സ്ട്രെയിറ്റ് പാത്ത് ഉണ്ട്, ഇവിടെ ഓൾറെഡി ഒരു സർക്കുലർ പാത്ത് ഉണ്ട്. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് നമ്മളൊരു കർവ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, ഇതിൽ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഒരുപാട് സ്മോൾ സർക്കിൾസ് ചേർന്നിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഇവിടെ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ആർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു പോർഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഈ സ്ട്രൈറ്റ് റോഡിന്റെയും ഈ കർവ്ഡ് പാത്തിന്റെ ഇടയ്ക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു കർവ് എന്ന് പറയുന്നതിന് ഒരുപാട് സർക്കിളിന്റെ ആർക്ക് തമ്മിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഇവിടെ കാണുന്നത്. Okay, which radius varies gradually from infinity to finite. അതായത് ഈ സ്ട്രെയിറ്റിന്റെ തുടക്കത്തിൽ അതിന്റെ റേഡിയസ് എന്തായിരിക്കും? വളരെ വലുതായിരിക്കും. ഇൻഫിനിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് സ്ട്രെയിറ്റ് ആണോ അതോ കർവ് ആണോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ വരുന്ന തരത്തിലുള്ള ഒരു പോർഷൻ ആയിരിക്കും ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഈ സ്ട്രെയിറ്റിൽ നിന്നും കർവ്ഡ് പോർഷനിലേക്ക് ഗ്രാജുവലി ആണ് മൂവ് ചെയ്യുന്നത്. ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത് നമുക്ക് ഒരു വെഹിക്കിളിന് ഈസി ആയിട്ട് ഒരു സ്ട്രെയിറ്റ് റോഡിൽ നിന്നും കർവ്ഡ് പോർഷനിലേക്ക് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കർവാണ്. അപ്പൊ ഈ ട്രാൻസിഷൻ കർവിന്റെ പ്രത്യേകത എന്താണ്? അതൊരൊറ്റ കർവ് അല്ല, നമ്പർ ഓഫ് കർവ്സ് തമ്മിൽ കൂട്ടിച്ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അത് സ്ട്രെയിറ്റിൽ നിന്നും കർവ്ഡ് പോർഷനിലേക്ക് പോകും തോറും ഇൻഫൈനൈറ്റ് റേഡിയസിൽ നിന്നും ഫൈനൈറ്റ് റേഡിയസിലേക്ക് അതിന്റെ റേഡിയസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം സ്ട്രെയിറ്റ് പോർഷനിൽ നിന്നും കർവ്ഡ് പോർഷനിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു പോർഷൻ എന്ന് പറയുന്നത്
ഏകദേശം സ്ട്രൈറ്റിന്റെ അതേപോലെ തന്നെയായിരിക്കും. പിന്നെ പിന്നെ നമ്മൾ റേഡിയസ് ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരും. കാരണം പിന്നെ നമുക്ക് പോകേണ്ടത് സർക്കുലർ കർവിലേക്കാണ്. അതുകൊണ്ട് ഒരു ഗ്രാജുവൽ ആയിട്ടാണ് നമ്മൾ അതിന്റെ റേഡിയസ് ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നത്. എന്നിട്ട് ലാസ്റ്റ് എത്തുന്ന പോർഷന്റെ റേഡിയസും നമ്മുടെ സർക്കുലർ കർവിന്റെ റേഡിയസും ഏകദേശം വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കുറച്ച് വാല്യൂസിനെ വ്യത്യാസം വരുന്നുള്ളൂ. അത് കാരണം നമുക്ക് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് സ്ട്രൈറ്റിൽ നിന്നും ഒരു സർക്കുലർ കർവിലേക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത്. ട്രാൻസിഷൻ കർവ് നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്? ഇൻട്രൊഡ്യൂസ്ഡ് ബിറ്റ്വീൻ ദ സ്ട്രൈറ്റ് ആൻഡ് കർവ്ഡ് പാത്സ്. സ്ട്രൈറ്റ് റോഡിന്റെയും കർവ്ഡ് പാത്തിന്റെയും ഇടയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പോർഷൻ, ഓക്കെ, ആ പോർഷൻ തന്നെ നമ്മൾ നമ്പർ ഓഫ് ആർക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ തുടക്കം സ്ട്രൈറ്റ് പോലെ അങ്ങനെ തുടങ്ങി 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 ലാസ്റ്റ് സർക്കിളിലേക്ക് കൂടിച്ചേരുന്നു. ഓക്കെ, അപ്പോൾ അത് കാരണം സ്ട്രൈറ്റിൽ നിന്ന് തുടങ്ങും, അതായത് സ്ട്രൈറ്റ് പോർഷനിൽ നിന്ന് തുടങ്ങുമ്പോൾ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. പിന്നെ അങ്ങനെ സർക്കുലർ പോർഷനിലേക്ക് പോകും തോറും റേഡിയസ് കുറച്ച് കുറച്ച് നമ്മൾ കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ അതാണ് ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് എലമെന്റ്സ് ഓഫ് എ സർക്കുലർ കർവ് എന്ന് പറയും. അതായത് നമ്മളൊരു കർവ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സെറ്റിംഗ് ഔട്ട് ഓഫ് എ കർവ്. അതായത് ഒരു കർവിന്റെ റേഡിയസും അതിന്റെ ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കർവ് ആ ഒരു പോർഷനിൽ സെറ്റ് ചെയ്യണം. രണ്ട് സ്ട്രൈറ്റ് ലൈനിന്റെ ഇടയ്ക്ക് നമുക്ക് സെറ്റ് ചെയ്യണം. അത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പൊ അതെന്തൊക്കെയാന്നുള്ളതാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു പ്രോബ്ലം വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ഓരോ എലമെന്റും നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കാം ബാക്ക് ടാൻജന്റ് ഓർ ഫസ്റ്റ് ടാൻജന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ മുന്നേ അതിന്റെ ഫിഗർ ഒന്ന് കാണാം. ഓക്കെ, ഇതിൽ നമ്മൾ AT1 എന്ന് പറഞ്ഞിട്ടുള്ള ഈ പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാക്ക് ടാൻജന്റ് ഓർ ഫസ്റ്റ് ടാൻജന്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്തുണ്ട്? ഒരു സർക്കുലർ കർവ് കാണുന്നുണ്ട് അല്ലേ? ഇതൊരു സർക്കുലർ കർവാണ്. ഈ സർക്കുലർ കർവിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് കമൻസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിനെ ജസ്റ്റ് T1 എന്ന് വിളിക്കാം. ഓക്കെ, T1 ആണ് നമ്മുടെ ഈ ഒരു സ്റ്റാർട്ടിംഗ് ഓഫ് ദാറ്റ് കർവ്, കർവിന്റെ സ്റ്റാർട്ടിംഗ്. ഈ ഒരു കർവിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവുമല്ലോ, ആ പോയിന്റിൽ നിന്നും നമ്മൾ ബാക്കിലേക്ക് വരയ്ക്കുന്ന ഈ ഒരു സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ടാൻജന്റ് എന്ന് പറയാം. ഒരു പോയിന്റിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ചെയ്തിട്ട്, ഇപ്പൊ ഒരു പോയിന്റിനെ നമ്മൾ ഒരു പോയിന്റിനെ മാത്രം വിത്ത് റെസ്പെക്ട് ചെയ്തിട്ട് അതിന് ഒരു 90 ഡിഗ്രിയിൽ നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ വരയ്ക്കുന്നതിന് നമ്മൾ ടാൻജന്റ് എന്ന് പറയും. അപ്പൊ എന്താ ടാൻജന്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിന് വിത്ത് റെസ്പെക്ട് ചെയ്തിട്ട് അതിനൊരു ടാൻജന്റ് വരയ്ക്കുകയാണ്. കണ്ടോ, നമ്മളിങ്ങനെ ബാക്കിലേക്കാണ് ടാൻജന്റ് വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിനെ ബാക്ക് ടാൻജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ആദ്യം വരയ്ക്കുന്നത് കാരണം നമ്മൾ അതിനെ ഫസ്റ്റ് ടാൻജന്റ് എന്നും പറയുന്നു. ഓക്കെ, ബാക്ക് ടാൻജന്റ് ഓർ ഫസ്റ്റ് ടാൻജന്റ്. The tangent AT1 previous to the curve. കർവിന്റെ മുന്നേ നമ്മൾ വരയ്ക്കുന്നതാണ്. ഓക്കെ, the tangent which drawn previous to the curve. അപ്പോൾ ഇതിന്റെ എലമെന്റ്സ് എന്താന്നുള്ളത് ചോദിക്കില്ല, നമുക്കിത് ഡിസൈൻ ചെയ്യാനായിരിക്കും എപ്പോഴും ചോദിക്കുന്നുണ്ടാവുക. അടുത്തത് എന്ന് പറയുന്നത് ഫോർവേഡ് ടാൻജന്റ് ഓർ സെക്കൻഡ് ടാൻജന്റ്. ഫോർവേഡ് ടാൻജന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ കർവ് അവസാനിപ്പിച്ച് കഴിഞ്ഞു. അപ്പൊ ആ ലാസ്റ്റ് പോയിന്റ് ഉണ്ടല്ലോ, ആ ലാസ്റ്റ് പോയിന്റിൽ നിന്നും മുന്നിലേക്ക് വരയ്ക്കുന്ന ഒരു ടാൻജന്റ്. ആ ലാസ്റ്റ് പോയിന്റ് വിത്ത് റെസ്പെക്ട് ചെയ്തിട്ട് നമ്മളൊരു ടാൻജന്റ് വരയ്ക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോർവേഡ് ടാൻജന്റ് ഓർ ബാക്ക് സെക്കൻഡ് ടാൻജന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളത് മുന്നിലേക്കാണ് വരയ്ക്കുന്നത് അല്ലെ. ഈ ഒരു കർവിനെ നോക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ നിന്ന് അവസാനിക്കുന്ന ഈ ഒരു കർവിനെ നോക്കുമ്പോൾ അതിന്റെ മുന്നിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ടാൻജന്റ് വരയ്ക്കുന്നത്. അത് കാരണമാണ് എന്ത് പറയുന്നത്? അതിനെ
ഫോർവേഡ് ടാൻജന്റ് എന്ന് പറയുന്നത്. രണ്ടാമത് വരയ്ക്കുന്നത് കാരണം അതിന് സെക്കൻഡ് ടാൻജന്റ് എന്ന് പറയുന്നു. ഓക്കെ, അതാണ് ഫോർവേഡ് ടാൻജന്റ് ഓർ സെക്കൻഡ് ടാൻജന്റ്. ദെൻ അടുത്തത് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫോർവേഡ് ടാൻജന്റും അതേപോലെ ഇവിടെ ബാക്ക്വേർഡ് ടാൻജന്റും ഈ ഫോർവേഡ് ടാൻജന്റും എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഈ ഒരു പോയിന്റിനെയാണ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ നമ്മൾ പറയുന്നത്. നമുക്കതിനെ ഐ എന്ന് ഡിനോട്ട് ചെയ്യാം. അതായത് ഫോർവേഡ് ടാൻജന്റും ബാക്ക്വേർഡ് ടാൻജന്റും തമ്മിൽ കണക്ട് ചെയ്തിട്ട് വരുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇത് രണ്ടും ബാക്കിലേക്ക് അങ്ങ് നീട്ടി വരച്ചു, അപ്പൊ ഇത് എന്ത് ചെയ്യും? ഒരു പോയിന്റിൽ പോയിട്ട് ടച്ച് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് ആംഗിൾ ഓഫ് ഇന്റർസെക്ഷൻ. നമുക്ക് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കാം. ഇഫ് the two tangents AT1 and BT2 are produced, they will meet at a point is called point of intersection. ഇതാണ് AT1 എന്ന് പറയുന്ന ടാൻജന്റ്. ഇതാണ് BT2 എന്ന് പറയുന്ന നമ്മുടെ ടാൻജന്റ്. ഈ BT2 നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡ് ടാൻജന്റ് അല്ലെങ്കിൽ ഫോർവേഡ് ടാൻജന്റ് എന്ന് പറഞ്ഞത് കേട്ടോ. BT2 എന്ന് പറയുന്ന ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഇവിടെ ഞാൻ സ്ട്രെയിറ്റ് ലൈൻ ആണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ എൻ്റെ മൗസ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത് കാരണം നിങ്ങൾക്ക് അത് മനസ്സിലാവാനായിട്ടാണ് കേട്ടോ. ഓക്കെ, ഇതാണ് BT2 എന്ന് പറയുന്ന ലൈൻ. BT2 AT1 എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അത് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. Then angle of intersection. The angle between the back tangent IT1 and the forward tangent IT2. അതായത് ഇവിടെ നമ്മൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റിന് നമ്മൾ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞു. ഇവിടെ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുമ്പോൾ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് തമ്മിൽ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. ഈ ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. AI നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിനോട്ട് ചെയ്യാം. ആംഗിൾ ഓഫ് ഇന്റർസെക്ഷൻ. ഓക്കെ, അതൊന്ന് നിങ്ങളവിടെ മാർക്ക് ചെയ്ത് കാണിക്കുക കേട്ടോ. ഞാനിത് മാർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ ആ ആംഗിൾ ഓഫ് ഇന്റർസെക്ഷൻ ഒന്ന് മാർക്ക് ചെയ്യുക. ആംഗിൾ ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? AT1 ഉം BT2 ഉം തമ്മിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അത് രണ്ടും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? AT2 എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന എലമെന്റ്സ് എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പൊ അത് കാരണമാണ് ഈ ഓരോ എലമെന്റ്സ് നമ്മൾ പഠിക്കുന്നത്. ദെൻ ലോങ് കോഡ്. then അടുത്തത് പോയിന്റ് ഓഫ് കമൻസ്മെന്റ് ഓർ പോയിന്റ് ഓഫ് കർവ്. പോയിന്റ് ഓഫ് കമൻസ്മെന്റ് ഓർ പോയിന്റ് ഓഫ് കർവ് നമുക്ക് എന്ത് പറയാം? സിംപ്ലി PC എന്ന് പറയാം. ഓക്കെ, പോയിന്റ് ഓഫ് കമൻസ്മെന്റ്. അപ്പൊ നിങ്ങൾ ആ വാക്കിൽ തന്നെ ഉണ്ട് അത് എന്താന്നുള്ളത്. അതായത് ആ കർവ് തുടങ്ങുന്ന സ്ഥലം, അതാണ് പോയിന്റ് ഓഫ് കമൻസ്മെന്റ്. ഓക്കെ, പോയിന്റ് തുടങ്ങുന്ന ആ സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോയിന്റ് ഓഫ് കമൻസ്മെന്റ് ഓർ പോയിന്റ് ഓഫ് കർവ് എന്ന് പറയുന്നത്. The point T1 where the curve originates from the back tangent. ഓക്കെ, നമ്മുടെ ഈ കർവ് ഒറിജിനേറ്റ് ചെയ്യുന്ന ഈ സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോയിന്റ് ഓഫ് കമൻസ്മെന്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കർവ് അല്ലേ? ഈ കർവ് നമ്മൾ സ്വാഭാവികമായിട്ടും തുടങ്ങുന്നത് ഇവിടെ വെച്ചിട്ടാണ്, ഈ T1 വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതായത് നമ്മുടെ ഈ ബാക്ക് ടാൻജന്റ് നമ്മൾ വരയ്ക്കുമല്ലോ, ഈ ബാക്ക് ടാൻജന്റ് പോയിന്റിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ കർവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പോയിന്റിനെയാണ് പോയിന്റ് ഓഫ് കമൻസ്മെന്റ് എന്ന് പറയുന്നത്. The point T1 where the curve originates from the back tangent. Then point of tangency. The point T2 where the curve joins the forward tangent. അതായത് നമ്മുടെ ഇവിടെ ഫോർവേഡ് ടാൻജന്റ് ഉണ്ടല്ലോ, ഈ ഫോർവേഡ് ടാൻജന്റ് തുടങ്ങുന്ന ആ സ്ഥലം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോയിന്റ് ഓഫ് ടാൻജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ടാൻജന്റ് പോയിന്റ് എന്ന് പറയാം. പോയിന്റ് ഓഫ് ടാൻജൻസി. ഓക്കെ, the point T2 where the curve joins the forward tangent. നമ്മുടെ ഈ കർവും അതുപോലെ തന്നെ നമ്മൾ വരച്ച ഈ ഫോർവേഡ് ടാൻജന്റും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു സ്ഥലം. അതായത് ഇതൊരു സർക്കുലർ പോർഷൻ ആണ്, ഇതൊരു സ്ട്രൈറ്റ് പോർഷൻ ആണ് അല്ലെ? നമ്മുടെ ടാൻജന്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് പോർഷൻ ആണ്. നമ്മളിപ്പോൾ ആദ്യം ഒരു കർവ് വരച്ചു, ഇതിന്റെ ഈ ലാസ്റ്റ് പോയിന്റിനെ വിത്ത് റെസ്പെക്ട് ചെയ്തിട്ട് നമ്മളൊരു ടാൻജന്റ് വരച്ചു. അതിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ബാക്ക്വേർഡ് ടാൻജന്റ് എന്ന് പറയുന്നത്. ദെൻ അതിന്റെ
ലാസ്റ്റ് പോയിന്റ് വിത്ത് റെസ്പെക്ട് ചെയ്തിട്ട് അടുത്തൊരു ടാൻജന്റ് വരച്ചു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ ഫോർവേഡ് ടാൻജന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വരയ്ക്കുന്ന ഈ രണ്ട് കർവും അതുപോലെ തന്നെ ഫോർവേഡ് ടാൻജന്റും നമ്മൾ ജോയിൻ ചെയ്യുന്ന ലൈനാണ് എന്ത്? പോയിന്റ് ഓഫ് ടാൻജൻസി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ബാക്ക്വേർഡ് ടാൻജന്റും കർവും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു സ്ഥലത്തിനെയാണ് അല്ലെങ്കിൽ ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോയിന്റ് ഓഫ് കമൻസ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് ടാൻജന്റ് ഡിസ്റ്റൻസസ്. ടാൻജന്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the distance between the point of intersection and the point of commencement of the curve or the distance between the point of intersection and point of tangency are called tangent distance. ഇതാണ് നമ്മുടെ ടാൻജന്റ് ഡിസ്റ്റൻസ്. ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ഈ ഡിസ്റ്റൻസ്. അപ്പൊ അതെന്തൊക്കെയാണ്? It is the distance between point of commencement അല്ലെ? point of commencement തൊട്ട് point of intersection വരെയുള്ള ഡിസ്റ്റൻസ്. ഇതേ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഇവിടെ ഉള്ളത്. ഇതാണ്ടോ? അപ്പൊ നമുക്ക് എന്ത് പറയാം? point of tangency തൊട്ട് point of intersection വരെയുള്ള ഡിസ്റ്റൻസ് T1i and T2i. ഈ രണ്ട് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാൻജന്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പോയിന്റ് ഓഫ് കമൻസ്മെന്റ് തൊട്ട് ഇന്റർസെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ടാൻജൻസി തൊട്ട് ഇന്റർസെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാൻജന്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. Then length of curve. The total length of the curve from the point of commencement to the point of tangency. അതായത് നമ്മുടെ കർവ്, ലെങ്ത് ഓഫ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കർവിന്റെ ലെങ്ത് സ്വാഭാവികമായിട്ടും തുടങ്ങുന്നത് പോയിന്റ് ഓഫ് കമൻസ്മെന്റിൽ നിന്നാണ്, അവസാനിക്കുന്നത് പോയിന്റ് ഓഫ് ടാൻജൻസിയിലാണ്. അത് കാരണം നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് കർവ് വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം ദ പോയിന്റ് ഓഫ് കമൻസ്മെന്റ് ടു ദ പോയിന്റ് ഓഫ് ടാൻജൻസി. ഓക്കെ, ആ കർവിന്റെ ലെങ്ത് ഒന്ന് ഡിഫൈൻ ചെയ്തു. അതായത് നമ്മുടെ ഈ T1 തൊട്ട് T2 വരെയുള്ള ആ കർവ്ഡ് ലെങ്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലെങ്ത് ഓഫ് കർവ് അല്ലെങ്കിൽ കർവ് ലെങ്ത് എന്ന് പറയുന്നത്. അടുത്തത് ലോങ് കോഡ്. The line joining the point of commencement to the point of tangency is called long chord. ഇവിടെ നമ്മളിപ്പോ എന്താ പറഞ്ഞത്? കർവ് ആണ്. ഇവിടെ this is കോഡ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഡ് എന്ന് പറയുന്നത്. പോയിന്റ് ഓഫ് കമൻസ്മെന്റ് തൊട്ട് പോയിന്റ് ഓഫ് ടാൻജൻസി വരെയുള്ള ലെങ്തിനെയാണ് നമ്മൾ ലോങ് കോഡ് എന്ന് പറയുന്നത്. ഈ സ്ട്രൈറ്റ് ലൈനെയാണ് നമ്മൾ കോഡ് എന്ന് പറയുന്നത്. അത് കാരണം നമ്മൾ പോയിന്റ് ഓഫ് കമൻസ്മെന്റ് തൊട്ട് പോയിന്റ് ഓഫ് ടാൻജൻസി വരെയുള്ള ഈ ഒരു ലെങ്തിന് നമുക്ക് എന്ത് പറയാം? ലോങ് കോഡ് എന്ന് പറയാം. ഓക്കെ, അടുത്തതാണ് മിഡ് ഓർഡിനേറ്റ്. എന്താണ് മിഡ് ഓർഡിനേറ്റ്? The ordinate joining the midpoint of curve and long chord is called mid ordinate. ഇവിടെ നമ്മൾ ഫിഗറിൽ കാണിച്ചിട്ടുള്ള CD. ഇവിടെ രണ്ട് പോർഷൻസ് നിങ്ങൾക്ക് കാണാം അല്ലെ? ഒരെണ്ണം ഒരു സർക്കുലർ പോർഷൻ അല്ലെ, നമ്മുടെ സർക്കുലർ കർവ്. അത് പോയിന്റ് ഓഫ് കമൻസ്മെന്റ് തൊട്ട് പോയിന്റ് ഓഫ് ടാൻജൻസി വരെ നീളുന്ന ആ ഒരു കർവ്. പിന്നെ അതേപോലെ തന്നെ പോയിന്റ് ഓഫ് കമൻസ്മെന്റ് തൊട്ട് പോയിന്റ് ഓഫ് ടാൻജൻസി വരെയുള്ള ഒരു സ്ട്രൈറ്റ് ലൈനും അല്ലെ? ഇതിന്റെ രണ്ടിന്റെ സെന്റേഴ്സ് തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിഡ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ലോങ് കോഡിന്റെ സെന്ററും അതുപോലെ തന്നെ ലെങ്ത് ഓഫ് കർവിന്റെ സെന്ററും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിഡ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, then അടുത്തതാണ് നോർമൽ കോഡ്. ഇറ്റ് ഈസ് ദ കോഡ് ബിറ്റ്വീൻ ടു സക്സസീവ് റെഗുലർ പെഗ്സ് ഓൺ ദ കർവ്. then സബ് കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഡ് വിച്ച് ഇസ് ലെസ് ദാൻ ദ നോർമൽ കോഡ്. അതായത് നമ്മൾ ഈ ഒരു കർവ് സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കർവിന്റെ ഒരു പോർഷൻ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഈ കർവിനെ നമ്പർ ഓഫ് കോഡ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ രണ്ട് പെഗ്സ്, ഇവിടെ നമ്മൾ പെഗ്സ് ആണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പൊ രണ്ട് പെഗ്സിന്റെ ഇടയ്ക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോർമൽ കോഡ് എന്ന് പറയുന്നത്. ആ കോഡ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ്. ഈ കോഡ് ലെങ്ത് എത്ര വേണം എന്നുള്ളത്. ആ കോഡ് എന്ന് പറയുന്നത് രണ്ട് പെഗിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ്.
എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അതിനേക്കാളും ചെറിയ കോഡിനെയാണ്, അതായത് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത ആ ഡിസ്റ്റൻസിനേക്കാളും ചെറിയ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? സബ് കോഡ് എന്ന് പറയും. അതായത് നോർമൽ കോഡിനേക്കാട്ടിലും ലെങ്ത് കുറവുള്ള ഒരു കോഡിനെ നമ്മൾ സബ് കോഡ് എന്ന് പറയും. ഓക്കെ, normal code is the code between two successive regular plugs on the curve, and code is when the code is less than normal code, it is called subcode. Okay, then അത് സാധാരണ നമ്മൾ ഉണ്ടാവാറ് ബിഗിനിങ് ഓഫ് ദ കർവിലും അതേപോലെ തന്നെ എൻഡ് ഓഫ് ദ കർവിലുമാണ്. അതായത് ഈ കർവ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ നോർമൽ കോഡിന്റെ അത്രയും ലെങ്ത് ഇവിടെ കിട്ടില്ല. ഈ ലെങ്ത് ആദ്യം തുടങ്ങുന്ന ആ ഒരു കോഡ് എന്ന് പറയുന്നത് നോർമൽ കോഡിനേക്കാളും വളരെ ചെറുതായിരിക്കും. കാരണം നമ്മൾ ഫസ്റ്റ് ഒരു കർവ് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ആ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പോയിന്റ് ഓഫ് കമൻസ്മെന്റ് തൊട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കർവ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പോർഷൻ മാത്രമേ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ നമുക്ക് ഈ നോർമൽ കോഡിന്റെ അത്രയും ലെങ്ത്തിൽ ഫസ്റ്റത്തെ തവണ നമുക്ക് അവിടെ കർവ് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് പറഞ്ഞത് നോർമൽ കോഡിനെക്കാട്ടിലും ലെങ്ത് കുറവുള്ള കോഡിനെയാണ് നമ്മൾ സബ് കോഡ് എന്ന് പറയുന്നത്. ഈ സബ് കോഡ് നമ്മൾ കർവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും കർവ് എൻഡ് ചെയ്യുന്ന സമയത്തും ആണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അടുത്തത് നമുക്ക് ഇതിൽ വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, എങ്ങനെയാണ് ഈ ഓരോ എലിമെന്റ്സും നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ. നിങ്ങളുടെ അറ്റൻഡൻസ് ഞാൻ ഗൂഗിൾ ഫോമിൽ ഇട്ട് തരാം കേട്ടോ.